എല്ലാവർക്കും ട്വിലൈറ്റ് ഡ്രീമിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ അക്ഷരമുറ്റം ക്വിസുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ദേശാഭിമാനി പത്രത്തിന്റെ അക്ഷരമുറ്റം പേജിൽ നിന്നും തിരഞ്ഞെടുത്ത ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണിവ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഫയർഫ്ലൈ എന്ന നാമമുള്ള മിന്നാമിനുങ്ങിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? ഫയർഫ്ലൈ എന്ന നാമമുള്ള മിന്നാമിനുങ്ങിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? ഉത്തരം ലാംബിരിസ് നോട്ടിലൂക്ക. അടുത്ത ചോദ്യം: ലാംബിരിസ് നോട്ടിലൂക്ക എന്ന ശാസ്ത്രനാമമുള്ള ഫയർഫ്ലൈ എന്ന മിന്നാമിനുങ്ങിന്റെ ഇഷ്ടഭക്ഷണം എന്താണ്? ലാംബിരിസ് നോട്ടിലൂക്ക എന്ന ശാസ്ത്രനാമമുള്ള ഫയർഫ്ലൈ മിന്നാമിനുങ്ങിന്റെ ഇഷ്ടഭക്ഷണം എന്താണ്? ഉത്തരം പൂന്തേൻ. അടുത്ത ചോദ്യം: ചന്ദ്രൻ ജ്യോതിർഗോളമാണ് എന്ന് ആദ്യമായി പറഞ്ഞ ശാസ്ത്രജ്ഞൻ ആരാണ്? ചന്ദ്രൻ ജ്യോതിർഗോളമാണ് എന്ന് ആദ്യമായി പറഞ്ഞ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഗലീലിയോ ഗലീലി. അടുത്ത ചോദ്യം: ആദ്യമായി ചന്ദ്രനിൽ എത്തിയ മനുഷ്യൻ ആരാണ്? ആദ്യമായി ചന്ദ്രനിലെത്തിയ മനുഷ്യൻ ആരാണ്? ഉത്തരം നീൽ ആംസ്ട്രോങ്. അടുത്ത ചോദ്യം: നീൽ ആംസ്ട്രോങ്, മൈക്കൽ കോളിൻസ്, എഡ്വിൻ ആൾഡ്രിൻ എന്നിവർ ചന്ദ്രനിൽ എത്തിയത് എന്നാണ്? നീൽ ആംസ്ട്രോങ്, മൈക്കൽ കോളിൻസ്, എഡ്വിൻ ആൾഡ്രിൻ എന്നിവർ ചന്ദ്രനിൽ എത്തിയത് എന്നാണ്? ഉത്തരം 1969 ജൂലൈ 21. അടുത്ത ചോദ്യം: പീരങ്കിക്കുള്ളിൽ കയറി ചന്ദ്രനിലേക്ക് പോയവരുടെ കഥ പറഞ്ഞ ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? പീരങ്കിക്കുള്ളിൽ കയറി ചന്ദ്രനിലേക്ക് പോയവരുടെ കഥ പറഞ്ഞ ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഉത്തരം ജൂൾ എസ് വേൺ. അടുത്ത ചോദ്യം: അപ്പോളോയിലൂടെ എത്ര പേർ ചന്ദ്രനിൽ എത്തി തിരിച്ചു വന്നിട്ടുണ്ട്? അപ്പോളോയിലൂടെ എത്ര പേർ ചന്ദ്രനിലെത്തി തിരിച്ചു വന്നിട്ടുണ്ട്? ഉത്തരം 12 പേർ. അടുത്ത ചോദ്യം: ഏത് ദൗത്യത്തിലൂടെയാണ് നാസ മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കാൻ ശ്രമിച്ചത്? ഏത് ദൗത്യത്തിലൂടെയാണ് നാസ മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കാൻ ശ്രമിച്ചത്? ഉത്തരം ആർട്ടിമീസ്. അടുത്ത ചോദ്യം: ഏത് ദൗത്യത്തിലൂടെയാണ് ചൈന മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കാൻ ശ്രമിച്ചത്? ഏത് ദൗത്യത്തിലൂടെയാണ് ചൈന മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കാൻ ശ്രമിച്ചത്? ഉത്തരം മെങ്സു. അടുത്ത ചോദ്യം: ചന്ദ്രയാൻ 1ന്റെ പ്രധാന കണ്ടെത്തൽ എന്തായിരുന്നു? ചന്ദ്രയാൻ 1ന്റെ പ്രധാന കണ്ടെത്തൽ എന്തായിരുന്നു? ഉത്തരം ചന്ദ്രനിലെ ജലസാന്നിധ്യം. അവസാന ചോദ്യം: സീ ഓഫ് ട്രാൻക്വിലിറ്റി മേഖലയിൽ നിന്നും 400 മീറ്റർ അകലെ ഗുഹകൾ കണ്ടെത്തിയത് ഏത് രാജ്യത്തെ ഗവേഷകരാണ്? സീ ഓഫ് ട്രാൻക്വിലിറ്റി മേഖലയിൽ നിന്നും 400 മീറ്റർ അകലെ ഗുഹകൾ കണ്ടെത്തിയത് ഏത് രാജ്യത്തെ ഗവേഷകരാണ്? ഉത്തരം ഇറ്റലി.